സദ്യക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പൈനാപ്പിൾ പച്ചടിയാണിത്. ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പകുതി കഷ്ണം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെത്തി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിനകത്തേക്ക് 4 പച്ചമുളകും അരിഞ്ഞു വെക്കുക. അത് നമ്മൾ കുക്കറിനകത്താണ് വേവിക്കുന്നത്. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനായിട്ട് കുക്കറെടുത്ത് ഇതിനകത്തേക്ക് തട്ടിയിട്ടതിന് ശേഷം നമ്മൾ 2 കപ്പ് വെള്ളവും കൂടെ അളവ്, അധികം വെള്ളം വേണ്ട, ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി വേവിക്കാൻ വെക്കുക. കുക്കറിനകത്തായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതടച്ച് കുക്കറിനകത്ത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ചേർക്കുന്നതിനായിട്ട് ഉള്ള ചേരുവകൾ റെഡിയാക്കുകയും ചെയ്യാം. അതിന് നമ്മളൊരു മീഡിയം സൈസ് അധികം വലിപ്പമില്ലാത്തൊരു കൊച്ചു തേങ്ങ, അത് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇഷ്ടംപോലെ തേങ്ങ ഉള്ളതുകൊണ്ട് പിന്നെ തേങ്ങ കുഴപ്പമില്ല, അപ്പോൾ അത് ടേസ്റ്റ് കൂടുകയും ചെയ്യും. അങ്ങനെ തേങ്ങ ചിരകി ഫുള്ളായിട്ട് എടുത്തതിനകത്തേക്ക് നമ്മൾ ഈ പച്ചടിയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് വരുന്നത് പച്ച കടുക് അരച്ച് ചേർക്കുമ്പോഴാണ്. പിന്നെ ഇതിനകത്തേക്ക് പച്ചക്കടുകും കുരുമുളകും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ പച്ചടിക്കുള്ള പൈനാപ്പിൾ കുക്കറിൽ വെന്ത് കിട്ടുണ്ടാവും. 4 വിസിലോ 5 വിസിലോ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഈ അരപ്പ് അതിനകത്തേട്ട് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിനകത്ത് ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അരിച്ചുരുക്കി എടുത്ത് വെച്ചേക്കുന്ന ശർക്കരയാണ്. ഉരുക്കിയിട്ട് അരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ആ ശർക്കര പാനി കുറച്ച് ചേർക്കാൻ, അത് മധുരം ഇഷ്ടമുള്ളവർക്ക്, കൂടുതൽ മധുരം വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് കൂടുതൽ മധുരം ചേർക്കാൻ ചെയ്യാം. പഞ്ചസാര ഇടുന്നതുകൊണ്ട് ഇത് നമ്മൾ ശർക്കര ഉരുക്കിയതാണ് ചേർത്തേക്കുന്നത്. അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബൗളിനകത്ത് ഒരു ബൗള് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കുന്നതിനായിട്ട് നമ്മളൊരു പാനിനകത്ത് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത്രയും സാധനം കൂടാണ് നമുക്ക് വേണ്ടത്. ഉലുവ വേണമെങ്കിൽ ഇടാം, ഉലുവ ഇട്ടാൽ വേറെ ടേസ്റ്റ് വരും. അങ്ങനെ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ചേർക്കാൻ വേണ്ടി നല്ല ബോംബിൻ്റെ എഫക്റ്റുള്ള കടുകാണ്. പെട്ടെന്ന് ഈ കടുക് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മാറിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ടൊക്കെ പൊട്ടിത്തെറിക്കും കേട്ടോ. ഉണക്കമുളകും കൂടി ഇട്ട് കറിവേപ്പിലയും താളിച്ച് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സദ്യ കഴിച്ചപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കണം ഓരോ ഐറ്റംസും എന്നുള്ള തോന്നി, അപ്പോൾ അത് കാരണം ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റുള്ള ഒരു മധുരക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമുള്ളൂ. മധുരക്കറി ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അങ്ങനെ അത്രയുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബായ്.